കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ മാസം 14-ാം തീയതി മേടസംക്രമം നടക്കുന്ന ദിവസമാണ്. സാധാരണ മേടം 1-ാം തീയതി, അതായത് ഏപ്രിൽ 14-ാം തീയതി മേടം 1 നമ്മൾ വിഷുവായിട്ടാണ് ആചരിക്കുന്നത്. ഇത്തവണ പക്ഷേ മേടം 2-നാണ് വിഷു വരുന്നത്. അതിൻ്റെ കാരണം മേടസംക്രമം അത് നടന്നു കഴിഞ്ഞിട്ട് ഉദയം വരുന്ന ദിവസമാണ് നമ്മൾ വിഷുവായിട്ട് ആചരിക്കുന്നത്. ഇത്തവണ 1-ാം തീയതിയാണ് സംക്രമം നടക്കുന്നത്. അതുകൊണ്ടാണ് 2-ാം തീയതി നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. സംക്രമം നടക്കുന്ന സമയം രാവിലെ 9:32 ആ സമയം മുതലാണ്. അതുകൊണ്ട് തന്നെ നാളെ, അതായത് 14-ാം തീയതി രാവിലെ 9:32 ആകുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായും ആദിത്യദേവനെ പ്രാർത്ഥിക്കണം. നാളെ അവധിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും എല്ലാവരും നാളെ ഈ ഒരു സമയത്ത് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്? അതായത് ആ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെമ്പ് പാത്രത്തിൽ ജലമെടുത്ത് ഭഗവാന് സമർപ്പിച്ച് അതിൽ ചുവന്ന പുഷ്പങ്ങളിട്ട് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കണം. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഒരു മന്ത്രം എഴുതി കാണിക്കാം. ഞാനത് ജപിക്കുന്നില്ല, കാരണം ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു നാമം ജപിക്കാൻ പാടുള്ളതല്ല. സൂര്യൻ ഉദിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു നാമം ജപിക്കുവാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ ജപിച്ച് കേൾപ്പിക്കുന്നില്ല, ഞാൻ എഴുതി കാണിക്കാം. നിങ്ങളത് എഴുതി എടുത്തുകൊള്ളുക. നാളത്തെ ദിവസം രാവിലെ 9:32 സമയമാകുന്ന സമയത്ത് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട്, കുളിച്ച് ശുദ്ധമായി കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ഒന്നുകിൽ ജലം സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം. ഇനി ഇത് രണ്ടുമില്ലെങ്കിൽ കൈകൂപ്പി തൊഴുതുകൊണ്ട് ഞാൻ ഈ പറയുന്ന നാമം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഊർജ്ജസ്വലത ഉണ്ടാകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും വിജയം ഉണ്ടാകുന്നതിനും ഒരു 10 പേരിരിക്കുന്ന കൂട്ടത്തിൽ ആകർഷണം ഉണ്ടാകുന്നതിനും, അങ്ങനെ ആകർഷണം ഉണ്ടായാൽ മാത്രമേ, ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു ഇംപ്രഷൻ, നമ്മൾ പറയത്തില്ലേ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്, അവനൊരു ആകർഷണം ഉണ്ടാകണം, അവനെ എല്ലാവരും ശ്രദ്ധിക്കണം, ഇവൻ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് എല്ലാവർക്കും തോന്നണം. അങ്ങനെ തോന്നിക്കുന്നതിന് വേണ്ടിയിട്ട് സൂര്യദേവനെ പ്രാർത്ഥിക്കണം. സമ്പത്തുണ്ടാകുന്നതിന്, സൗന്ദര്യമുണ്ടാകുന്നതിന്, ഊർജ്ജസ്വലത ഉണ്ടാകുന്നതിന്, കർമ്മരംഗത്തിൽ വിജയമുണ്ടാകുന്നതിന്, രോഗങ്ങൾ മാറുന്നതിന്, പ്രത്യേകിച്ച് നേത്രരോഗങ്ങൾ മാറുന്നതിന്, കുടുംബജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ തന്നെ സൂര്യദേവനെ പ്രാർത്ഥിക്കണം. നിരന്തരം സൂര്യദേവനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ ജീവിതം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുക. അവർക്ക് ഐശ്വര്യം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. നാളത്തെ ദിവസം 9:32 ആ സമയം മുതലാണ് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടത്. അതിനുശേഷം എല്ലാ ദിവസവും ഈ മേടമാസം മുഴുവൻ സൂര്യോദയ സമയത്ത് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നുകൊണ്ട് ഈ നാമം ജപിക്കണം. അല്ലെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രം ഏതെങ്കിലും ജപിച്ചാൽ മതി. ഞാൻ ഈ പറയുന്ന നാമവും വളരെ വളരെ ശ്രേഷ്ഠം തന്നെ. നമ്മൾ മാധവം എന്ന യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതുവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത എല്ലാവരും ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെയും സൂര്യോദയം, അസ്തമയം, ബ്രഹ്മമുഹൂർത്തം, രാഹുകാലം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ അറിയാനായിട്ട് സാധിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് തികച്ചും സൗജന്യമാണ്. ഇനി ആരാണ് സൂര്യദേവൻ? കശ്യപൻ്റെയും അദിതിയുടെയും പുത്രനാണ് സൂര്യദേവൻ. നമുക്കറിയാം, മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ആരുണ്ടായി? ബ്രഹ്മദേവനുണ്ടായി. ബ്രഹ്മദേവൻ മരീചിയെ സൃഷ്ടിക്കുന്നു. മരീചിയിൽ നിന്നും കശ്യപൻ ജനിക്കുന്നു. കശ്യപനും അദിതിക്കും, ഭാര്യയായ അദിതിക്കും ജനിക്കുന്ന പുത്രനാണ് സൂര്യൻ.
പണ്ട് പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ അതികഠിനമായ യുദ്ധമുണ്ടാകുന്നു. അങ്ങനെ ആ യുദ്ധത്തിൽ അസുരന്മാർ ദേവന്മാരെ പരാജയപ്പെടുത്തുന്നു. ഇത് ദേവമാതാവായ കശ്യപ മഹർഷിയുടെ ഭാര്യയായ അദിതിക്ക് വളരെയധികം സങ്കടമാണ് ഉണ്ടാക്കിയത്. വന്നുപോയ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായിട്ട് അദിതി സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നു. സൂര്യദേവൻ തന്നിൽ പ്രസാദിക്കണമെന്നും തൻ്റെ മകനായി ജനിക്കണമെന്നും അദിതി അപേക്ഷിക്കുന്നു. അങ്ങനെ ദേവന്മാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സൂര്യഭഗവാൻ അദിതിയുടെ പുത്രനായി ജനിക്കുന്നു. അങ്ങനെ അദിതി ഗർഭിണിയാകുന്നു. പിന്നീട് സൂര്യദേവന്റെ അംശാവതാരമായ സൂര്യഭഗവാനെ അദിതി പ്രസവിക്കുന്നു. ആ സൂര്യദേവനാണ്, അതായത് നമുക്കൊരു എനർജി സോഴ്സ് അപ്പോഴുമുണ്ട്. അതായത് ദേവൻ എന്ന രീതിയിലുള്ള ആ ഒരു രൂപത്തോടു കൂടിയ ഒരു ദേവനായി, അതായത് സൂര്യൻ്റെ അംശാവതാരമായി, സൂര്യൻ എന്ന ആ മഹാ തേജസ്സിൻ്റെ അംശാവതാരമായി സൂര്യഭഗവാൻ അദിതിയുടെ ഗർഭത്തിൽ പ്രവേശിക്കുകയും അങ്ങനെ സൂര്യഭഗവാനെ പ്രസവിക്കുകയും ചെയ്യുന്നു. പിന്നീട് ആ സൂര്യഭഗവാനാണ് പാലാഴി കടഞ്ഞ് അമൃത് എടുത്തുകൊണ്ട് പോയി അസുരന്മാർ എടുത്തുകൊണ്ടുപോയ അമൃത് മോഹിനി രൂപം പൂണ്ട മഹാവിഷ്ണു തിരികെ കൊണ്ടുവന്ന് കൊടുക്കുകയും ആ സമയത്ത് രാഹു എന്ന അസുരൻ ഈ അമൃത് മോഷ്ടിച്ച് ഭക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ച് ദേവന്മാരുടെ ഇടയിൽ വന്നിരിക്കുകയും ആ കാര്യമൊക്കെ ആ കഥയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കഥ വിശദമായിട്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് ഭാഗവതമൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ട് പറയാം. അങ്ങനെ ആ സമയത്ത് സൂര്യദേവനാണ് ഇത് അസുരനാണ് എന്ന് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് രാഹു സൂര്യഭഗവാനെ വിഴുങ്ങുന്നതിനായിട്ട് വരുന്നത്, അങ്ങനെ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ദേവന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി താൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ ഫലം താൻ ഒറ്റയ്ക്ക് അനുഭവിക്കണം എന്നോർത്തപ്പോൾ സൂര്യദേവന് സങ്കടവും ദേഷ്യവുമൊക്കെ ഉണ്ടായി എന്നും പിന്നീട് അസുരന്മാരെ എല്ലാം ചുട്ടരിച്ച് കൊണ്ടുപോയി എന്നുമാണ് പറയുന്നത്. അങ്ങനെ ചുട്ടരിച്ചു, അതികഠിനമായ ചൂടോടുകൂടി ചുട്ടരിച്ചു. ആ സമയത്ത് ലോകത്തിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും കശ്യപൻ തന്നെ തൻ്റെ മറ്റൊരു പുത്രനായ അരുണനെ സൂര്യഭഗവാന്റെ അടുക്കലേക്ക് അയക്കുകയും അങ്ങനെ അരുണൻ സൂര്യഭഗവാന്റെ തേരാളിയായി മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നീട് അരുണനാണ് തേരോടിക്കുന്നത്. അങ്ങനെ ഒരു കൃത്യമായ ദിശയിലൂടെയൊക്കെ സഞ്ചരിപ്പിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ലോകത്തിന് ഉണ്ടാക്കാത്ത രീതിയിൽ അരുണൻ സൂര്യനെ കൊണ്ടുപോയി എന്നും പറയുന്നു. സൂര്യഭഗവാന്റെ ഭാര്യമാരാണ് സഞ്ജനയും ഛായയും. സഞ്ജന വിശ്വകർമാവിൻ്റെ പുത്രിയാണ്. നമുക്കറിയാം ആരാണ് വിശ്വകർമാവ്, ദേവശില്പിയാണ്. ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ പുത്രിയായ സഞ്ജനയാണ് സൂര്യദേവൻ വിവാഹം കഴിച്ചത്. സൂര്യദേവൻ്റെ അതികഠിനമായ ചൂട് മൂലം സഞ്ജനയ്ക്ക് സൂര്യദേവൻ്റെ കൂടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. സഞ്ജനയ്ക്കും സൂര്യദേവനും ജനിച്ച മക്കളാണ് വൈവസ്വത മനു, അതുപോലെ തന്നെ യമധർമ്മൻ, അതുപോലെ യമുന. ഇവരൊക്കെ സഞ്ജനയുടെയും സൂര്യദേവൻ്റെയും മക്കളാണ്. അങ്ങനെ സഞ്ജനയ്ക്ക് സൂര്യദേവൻ്റെ കൂടെ താമസിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു. കാരണം അതികഠിനമായ ചൂടാണ്. അങ്ങനെ സൂര്യനെ ഉപേക്ഷിക്കുന്നതിനായിട്ട് സഞ്ജന തീരുമാനിക്കുന്നു. അങ്ങനെ സഞ്ജന തൻ്റെ നിഴലിൽ നിന്ന് മറ്റൊരു സ്ത്രീയെ സൃഷ്ടിക്കുന്നു. ആ സ്ത്രീക്ക് ഛായ എന്ന് പേരിടുന്നു. കാരണം നിഴലിൽ നിന്ന് ജനിച്ചവളാണ്. സഞ്ജനയെപ്പോലെ തന്നെ കാഴ്ചയിലിരിക്കും. അങ്ങനെ ആ ഛായയെ സൂര്യദേവൻ്റെ അടുക്കലേക്ക് പോകുന്നതിനും അതുപോലെ തൻ്റെ കുട്ടികളെ സംരക്ഷിക്കണമെന്നും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് സഞ്ജന നേരെ പിതാവായ വിശ്വകർമാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു. വിശ്വകർമാവ് സഞ്ജനയെ വഴക്കു പറയുന്നു. തിരിച്ച് സൂര്യദേവൻ്റെ അടുക്കലേക്ക് പോകാനായിട്ട് പറയുന്നു.
പക്ഷേ സഞ്ജന അതനുസരിച്ചിട്ടില്ല. സഞ്ജന എന്തു ചെയ്യുന്നു? ഒരു കുതിരയുടെ രൂപം സ്വീകരിക്കുകയും വടക്കോട്ട് സഞ്ചരിക്കുകയും അവിടെ സസ്യജാലങ്ങളും പുല്ലുകളുമൊക്കെ തിന്നുകൊണ്ട് അങ്ങനെ അവിടെ ജീവിക്കുകയും ചെയ്യുന്നു. സൂര്യദേവന് ഇത് സഞ്ജനയല്ല എന്ന് മനസ്സിലായതുമില്ല. അങ്ങനെ ഛായയുടെ കൂടെ സൂര്യദേവൻ താമസിക്കുകയാണ്. സൂര്യദേവൻ അപ്പോഴും വിശ്വസിച്ചിരുന്നത് ഇത് തൻ്റെ ഭാര്യയായ സഞ്ജനയാണ്. അങ്ങനെ ഈ ഛായയിൽ നിന്ന് സൂര്യദേവന് വീണ്ടും മക്കളുണ്ടാകുന്നു. അവരാണ് സാവർണിമനു, അതുപോലെ തന്നെ ശനിദേവൻ, ഇങ്ങനെ ഈ 2 പുത്രന്മാർ. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ഛായ തൻ്റെ മക്കളായ മനുവിനോടും ശനിദേവനോടും കൂടുതൽ താല്പര്യം കാണിക്കുകയും എന്നാൽ സഞ്ജനയുടെ പുത്രന്മാരോട് അല്പം വേർകൃത്യം കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഈ ഒരു വേർകൃത്യത്തിൻ്റെ ഭാഗമായിട്ട് യമധർമ്മൻ ഛായയെ അപമാനിക്കുകയും അങ്ങനെ കോപത്തോടുകൂടി യമധർമ്മൻ തൻ്റെ കാല് നിലത്തേക്ക് ശക്തിയായി ചവിട്ടുകയും ചെയ്തു. ഇത് ഛായയെ പ്രകോപിപ്പിക്കുന്നു. എന്നിട്ട് യമനെ ഈ ഛായ ശപിക്കുന്നു. നിന്റെ കാൽ താഴെ വീഴട്ടെ എന്നാണ് ശപിക്കുന്നത്. അതോടെ യമന് വളരെയധികം സങ്കടമുണ്ടാവുകയും തൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് അമ്മ എന്നെ ഇങ്ങനെ ശപിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. യമൻ വന്നിട്ട് ഛായയോട് ചോദിക്കുന്നു, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? പുത്രന്മാരോട് വേർകൃത്യം കാണിക്കുന്നത് ഒരു അമ്മയ്ക്ക് ചേർന്നതല്ല. പുത്രന്മാർ ഒരുപക്ഷെ അമ്മയോട് പലതരത്തിലും പല കാര്യങ്ങളും തെറ്റുകളും ചെയ്തെന്ന് വരാം. അത് ബാലിശമായി അവർ ചെയ്യുന്നതാണ്. പക്ഷേ ഒരമ്മ അത് ക്ഷമിക്കുകയും മക്കളോടെല്ലാവരോടും ഒരുപോലെ വാത്സല്യം കാണിക്കുകയും ചെയ്യണം. ഒരു അമ്മയ്ക്ക് ചേർന്ന പ്രവൃത്തിയല്ല ഇത് എന്ന് പറയുന്നു. ആ സമയത്താണ് ഛായയിൽ നിന്നും അത്ര തൃപ്തികരമായ ഒരു ഉത്തരം ലഭിക്കാതിരിക്കുകയും സൂര്യദേവന് എന്തോ ഒരു സംശയം തോന്നുകയും അദ്ദേഹം യോഗനിദ്രയിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഏകാഗ്രതയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ധ്യാനിക്കുകയാണ്. ആ സമയത്ത് തൻ്റെ യോഗശക്തി ഉപയോഗിച്ചിട്ട് സർവ്വകാര്യങ്ങളും സൂര്യന് മനസ്സിലാകുന്നു. ഇത് തൻ്റെ ഭാര്യയായ സഞ്ജനയല്ല, ഇത് അവളുടെ നിഴൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നു. ദേഷ്യത്തോടു കൂടി സൂര്യദേവൻ വിശ്വകർമാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു. എന്നിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ വിശ്വകർമാവ് പറയുന്നു, സഞ്ജന മനഃപൂർവ്വം പോയതല്ല, നിന്റെ ചൂടുകൊണ്ട് സഹിക്കാൻ വയ്യാതെ പോയതാണ്. അവളെങ്ങും പോയിട്ടില്ല. ഒരു പെൺകുതിരയുടെ രൂപം പൂണ്ട് അവൾ വടക്കു ദിശയിലേക്ക് പോവുകയും അവിടെ പുല്ലൊക്കെ തിന്ന് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ടതും സൂര്യന് അല്പം സങ്കടമായി. എന്നിട്ട് തൻ്റെ രൂപത്തിന് ഒരു മാറ്റമുണ്ടാക്കി തരണം എന്ന് പറയുകയും അങ്ങനെ വിശ്വകർമാവ് സൂര്യന് നല്ല സുന്ദരമായ ഒരു രൂപം കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് വരെ ഉണ്ടായിരുന്ന അതികഠിനമായ ആ ചൂടിനൊക്കെ അല്പം ശമനമുണ്ടാവുകയും ചെയ്യുന്നു. ശരീരത്തിൻ്റെ നിറത്തിന് തന്നെ വ്യത്യാസമുണ്ടാകുന്നു. പിന്നീട് സൂര്യദേവൻ ഒരു ആൺകുതിരയുടെ രൂപം എടുക്കുകയും സഞ്ജനയെ കാണാനായി പോവുകയും ചെയ്യുന്നു. ആദ്യമൊന്നും സഞ്ജന ഈ ആൺകുതിരയുടെ അടുക്കലേക്ക് ചെന്നിരുന്നില്ല. പിന്നീട് അത് സൂര്യൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും അവർ തമ്മിൽ ചേരുകയും അങ്ങനെ അവർക്ക് ഇരട്ടക്കുട്ടികൾ ജനിക്കുന്നു. ആ ഇരട്ടക്കുട്ടികളാണ് അശ്വിനി ദേവന്മാർ. ഈ അശ്വിനി ദേവന്മാരാണ് പിന്നീട് നകുലനും സഹദേവനുമായി അവരുടെ അംശാവതാരം, അതായത് അശ്വിനി ദേവന്മാരിൽ നിന്ന് ജനിച്ചവരാണ് ആര്? നകുലനും സഹദേവനും. അവർ വൈദികരാണ്. ദേവന്മാരുടെ വൈദ്യന്മാരാണ് അശ്വിനി ദേവന്മാർ. ഇതാണ് സൂര്യദേവനുമായി ബന്ധപ്പെട്ട ചില കഥകൾ. പിന്നീട് അക്ഷയപാത്രം പാഞ്ചാലിക്ക് കൊടുത്തതുമൊക്കെ സൂര്യദേവനാണ്. അങ്ങനെ സൂര്യദേവനെ പറ്റി ധാരാളം കഥകളുണ്ട്. ഞാനിവിടെ പൊതുവായിട്ട് സൂര്യദേവനെ പറ്റി ഒന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് സൂര്യദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് വിജയമുണ്ടാകും. നിങ്ങൾ ഏത് കാര്യം ചെയ്താലും വിജയമുണ്ടാകുന്നതിന് സൂര്യദേവനെ പ്രാർത്ഥിക്കണം. ഞാനിവിടെ ഒരു നാമം എഴുതി കാണിക്കാം. 12 നാമങ്ങളാണ്. ഈ 12 നാമങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു തവണ ജപിക്കാം, അല്ലെങ്കിൽ 3 തവണ ഈ 12 നാമങ്ങളും നിങ്ങൾക്ക് ജപിക്കാം.
അല്ലെങ്കിൽ 36 തവണ 108 തവണയൊക്കെ ജപിക്കാവുന്നതാണ്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം ജപിക്കാനായിട്ട്. നാളത്തെ ദിവസം 9:32 നിർബന്ധമായിട്ടും ജപിക്കണം. കാരണം സംക്രമം നടക്കുന്ന സമയമാണ്. ബാക്കിയുള്ള ദിവസങ്ങൾ സൂര്യോദയ സമയത്ത് നിങ്ങൾ ജപിക്കുക. നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒരു കാരണവശാലും ജപിക്കുവാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ജപിക്കാത്തത്. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.